ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ നിക്കാരാഗ്വയിലെ ഏകാധിപത്യ ഭരണകൂടത്തിന്റെ കത്തോലിക്ക വിരുദ്ധത ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും തുടർക്കഥയാകുന്നു. ഇതിനിടെ ആസിഡ് ആക്രമണത്തിനിരയായ ലാ പുരിസിമ അതിരൂപത മേജർ സെമിനാരിയുടെ ആത്മീയ ഡയറക്ടറും വൈദികനുമായ ഫാദർ മാരിയോ ഡി ജെസൂസ് കുവേര കാലറോ അന്തരിച്ചു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 12 ഞായറാഴ്ചയായിരുന്നു അന്ത്യം. 2018 ഡിസംബർ 5 മനാഗ്വെ കത്തീഡ്രലിൽ കുമ്പസാരിപ്പിക്കുന്നതിനിടെയാണ് വൈദികന് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായത്. കത്തോലിക്ക സഭയ്ക്കെതിരായ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ രൂക്ഷമായ കാലയളവായിരുന്നു ഇത്. വിവിധ ശസ്ത്രക്രിയകളും ചികിത്സകളും അദ്ദേഹത്തിന് നൽകി. ആക്രമണകാരിയോട് ക്ഷമിച്ചതായി അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. 2019 ഓഗസ്റ്റിൽ ഡാനിയൽ ഒർട്ടേഗയുടെയും ഭാര്യ റൊസാരിയോ മുറില്ലോയുടെയും നേതൃത്വത്തിലുള്ള നിക്കാരാഗ്വൻ സ്വേച്ഛാധിപത്യ ഭരണകൂടം പ്രതിയായ ലിയോനി ഡോവ്നാഗോണിനെ മോചിപ്പിച്ചു. എ പെർസെക്യൂട്ടഡ് ചർച്ച് എന്ന റിപ്പോർട്ടിന്റെ രചയിതാവും ഗവേഷകയുമായ മാർത്ത പട്രീഷ്യ മോളിന വൈദികന്റെ വിയോഗത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചു. നമ്മുടെ കർത്താവായ ദൈവം അദ്ദേഹത്തിന് തന്റെ വിശുദ്ധ സ്വർഗം സമ്മാനിക്കട്ടെ എന്ന് അവർ എക്സിൽ കുറിച്ചു. മനാഗ്വയിലെ ആർച്ച് ബിഷപ്പായ കർദിനാൾ ലിയോപോൾഡോ ബ്രെൻസും നിക്കാരാഗ്വൻ തലസ്ഥാനത്തെ വൈദികരും ഫാദർ മാരിയോ ഡി ജെസൂസിന്റെ വിയോഗത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടെ ഏകാധിപത്യ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിൽ ശ്വാസം മുട്ടി കഴിയുന്ന നിക്കാരാഗ്വയിലെ ക്രൈസ്തവ ജനത നേരിടുന്ന പീഡനങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് ലയോ പാപ്പയ്ക്ക് കൈമാറി. ലാ പ്രെൻസ പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡ് അംഗവും ഗവേഷകയും അഭിഭാഷകയുമായ മാർത്ത പട്രീഷ്യ മൊളീന രചിച്ച നിക്കാരാഗ്വെ ഒരു പീഡിപ്പിക്കപ്പെട്ട സഭ എന്ന റിപ്പോർട്ടാണ് ലയോ 14 പാപ്പയ്ക്ക് കൈമാറിയത്. പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടേഗയും ഭാര്യയും വൈസ് പ്രസിഡന്റുമായ റൊസാരിയോ മുറില്ലോയുടെയും സ്വേച്ഛാധിപത്യ ഭരണകൂടം കത്തോലിക്ക സഭയ്ക്ക് നേരെ നടത്തിയ വിവിധ അക്രമങ്ങളുടെ കണക്കുകളാണ് ഇതിലുള്ളത്.